اذهبا إلى فرعون إنه طغى فقولا له قولا لينا لعله يتذكر أو يخشى قالا ربنا إننا نخاف أن يفرط علينا أو أن يطغى قال لا تخافا إنني معكما أسمع وأرى. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اذهبا إلى فرعون إنه طغى فقولا له قولا لينا لعله يتذكر أو يخشى. ഏറെ ആദരണീയരായ സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യം, അവന്റെ റഹ്മത്തും ബർക്കത്തും നമ്മുടെ ജീവിതത്തിൽ, അതേപോലെ നമ്മുടെ കുടുംബത്തിലുമൊക്കെ സദാസമയവും ഉണ്ടാകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ഈ പങ്കാളിത്തം അള്ളാഹു ഏറെ പുണ്യമുള്ള ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് ത്വാഹയുടെ 16-ാമത് ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ഓതി തുടങ്ങുന്നത് 43 മുതലുള്ള ആയത്തുകളാണ്. اذهبا إلى فرعون إنه طغى فقولا له قولا لينا لعله يتذكر أو يخشى قالا ربنا إننا نخاف أن يفرط علينا أو أن يطغى قال لا تخافا إنني معكما أسمع وأرى. മൂസാ നബി അലിഹിസലാം അദ്ദേഹത്തിന്റെ സഹോദരൻ ഹാറൂന്റെ കൂടെ ഫറോവയുടെ അടുക്കലേക്ക് പോകണമെന്ന നിർദ്ദേശമാണ് അള്ളാഹു നൽകുന്നത്. ആ ഭാഗത്താണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മളൊരു ചരിത്രത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സൂറത്തിന്റെ ആദ്യ ഭാഗത്ത് വെച്ച് തന്നെ തുടങ്ങിയ ഈ കഥ അങ്ങനെ നീണ്ടുപോവുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമയുടെ ചരിത്രം ഇങ്ങനെ വിശദമായി പഠിക്കുന്നതിൽ ഒരുപാട് ചിന്തകൾ, ഒരുപാട് പാഠങ്ങൾ നമുക്ക് അള്ളാഹു മൂസാ നബിയോട് സംസാരിക്കുന്ന ഈ സംസാരങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അള്ളാഹു നേരിട്ട് സംസാരിച്ചത് ഒരാളോട് മാത്രമാണ്, അത് മൂസാ നബി അലൈഹിസ്സലാമയാണ്. ആ സംസാരമാണ് നമ്മൾ കേൾക്കുന്നത്, കേവലം വർത്തമാനങ്ങളല്ല. അള്ളാഹു നേരിട്ട് സംസാരിച്ച ആ സംസാരം, ആ സംഭാഷണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നോക്കാം നമുക്ക് 43-ാമത്തെ ആയത്ത്. ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ. നിങ്ങൾ രണ്ടുപേരും ഫിർഔന്റെ അടുത്തേക്ക് പോകുക, തീർച്ചയായും അവൻ അതിക്രമകാരിയായിരിക്കുന്നു. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും അവനോട് സൗമ്യമായ വാക്ക് പറയുക, അവൻ ഒരു വേള ചിന്തിച്ച് മനസ്സിലാക്കിയേക്കാം, അതല്ലെങ്കിൽ ഭയപ്പെട്ടു എന്ന് വരാം.
നിങ്ങൾ രണ്ടുപേരും ഫറോവയുടെ അടുത്തിലേക്ക് പോകുക, അവൻ അതിക്രമകാരിയായിരിക്കുന്നു. നിങ്ങൾ ചെന്നിട്ട് അവനോട് സൗമ്യമായ വാക്ക് പറയുക, അവൻ ഒരു പക്ഷേ ചിന്തിച്ച് മനസ്സിലാക്കിയേക്കാം. അതല്ലെങ്കിൽ അവൻ ഭയപ്പെടുന്ന ആളായി എന്ന് വരാം. ഇതാണ് ആ വാക്ക്, ഈ ആയത്തിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥം. അതിലുള്ള പ്രധാനപ്പെട്ട പദങ്ങളെ നമ്മൾ പരിചയപ്പെടുമ്പോ, ഇത് ഹബാ, നിങ്ങൾ ഇരുവരും പോകുക, ഒരു ആജ്ഞക്രിയ. ഇന്നഹു, തീർച്ചയായും അവൻ, തീർച്ചയായും അവൻ, അവൻ അതിക്രമം പ്രവർത്തിച്ചു. ഒരു ക്രിയ, ഒരു ഭൂതകാല ക്രിയ, പുല്ലിംഗമാണ്. അതിന്റെ അർത്ഥം അവൻ അതിരു കവിഞ്ഞിരിക്കുന്നു, അവൻ അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു എന്നാണ് ത്വഗ എന്നുള്ളതിന്റെ വാക്കർത്ഥം. അടുത്ത ആയത്തിൽ നമ്മൾ കാണുന്നത് ഫഖൂല, എന്നിട്ട് നിങ്ങൾ ഇരുവരും പറയുക. ഫഖൂല, നിങ്ങൾ രണ്ടുപേരും പറയുക. ഖൗലൻ ലയ്യിനൻ, സൗമ്യമായ വാക്ക്. ഖൗലൻ ഒരു നാമമാണ്, ഒരു നൗണാണ്, അർത്ഥം വാക്ക്, സംസാരം. ലയ്യിനൻ ഒരു വിശേഷണാണ്, അതിനർത്ഥം സൗമ്യമായത്, മയമുള്ളത്. ലഅല്ലഹു, അവൻ ആയേക്കാം. ലഅല്ല, ആയേക്കാം. ഹു, അവൻ. യതദക്കറു, അവൻ ഉത്ബോധനം സ്വീകരിക്കുന്നു, ഒരു ക്രിയയാണ്. ഔ, അല്ലെങ്കിൽ യഖ്ശ, അവൻ ഭയപ്പെടുകയും ചെയ്തേക്കാം. ഇത്രയാണ് ആ വാക്കുകളിലുള്ള അർത്ഥം. ഈ ആയത്തുകളിൽ നമ്മൾ പൊതുവെ കാണുന്ന ചില പ്രയോഗങ്ങൾ ഇത് ഹബാ, ഖൂല എന്നൊക്കെയാണ്. അതേപോലെ കഴിഞ്ഞ ആയത്തിൽ നമ്മൾ കണ്ട തെനിയ എന്നൊക്കെ ഉള്ള രൂപത്തിലും ഖാല ഒക്കെ ഇതൊക്കെ ദ്വിവചന രൂപങ്ങളാണ്. ഇത് ഹബ്, നീ പോകുക. ഇത് ഹബാ, നിങ്ങൾ രണ്ടുപേർ പോകുക. ഖുൽ, നീ പറയുക. ഖൂല, നിങ്ങൾ രണ്ടുപേർ പറയുക. വന എന്നുള്ള വാക്കിൽ നിന്നാണ് തെനിയ എന്നുള്ള വാക്കുണ്ടായത്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. നിങ്ങൾ അമാന്തിച്ചു നിൽക്കരുത്, മടുപ്പും മുഷിപ്പും തോന്നരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കാല, കാല, അവർ രണ്ടുപേർ പറഞ്ഞു. കാല, അവൻ ഒരാൾ പറഞ്ഞു. കാല, അവർ രണ്ടുപേർ പറഞ്ഞു. അപ്പം ഇത് ഹബാ, ഖൂല, തെനിയ എന്ന രൂപത്തിൽ അതിന്റെ അവസാനം നീട്ടി പറയുമ്പോ അത് ദ്വിവചന രൂപമായി മാറുന്നു. രണ്ടാളുകൾ പോവുക, രണ്ടുപേർ പറയുക. ഇത് മറ്റു ഭാഷകളിൽ ഇല്ലാത്തൊരു പ്രയോഗമാണ്. രണ്ടുപേർ ചെയ്യുന്നതിന് പറയുന്ന പ്രത്യേകമായ ഒരു പദം ഉപയോഗിക്കുന്നത് അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. അതാണ് നമ്മൾ ഇവിടെ ഈ ആയത്തുകൾ പരിശോധിക്കുമ്പോൾ പ്രത്യേകമായി ഇന്ന് മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിൽ നമ്മൾ കാണുന്നത് 43-ാമത്തെ ആയത്തില് നമുക്കറിയാം, പ്രത്യേകിച്ചൊന്നും കൂടുതൽ നമ്മൾ മനസ്സിലാക്കാനില്ല. നിങ്ങൾ ഫറോവയുടെ അടുക്കലേക്ക് പോവുക, രണ്ടുപേരും പോവുക എന്ന് അള്ളാഹു കൽപ്പിക്കുന്നു. എന്തുകൊണ്ട് പോകണം? ഇന്നഹു തഗ, അവൻ തുഗിയാനായിരിക്കുന്നു, അവൻ അതിക്രമകാരിയായിരിക്കുന്നു. എന്തൊക്കെയാണ് അവൻ അതിര് കവിഞ്ഞത്? എങ്ങനെയൊക്കെയാണ് അവന്റെ അതിര് കവിച്ചലുകൾ? അധികാരത്തിൽ അവൻ അതിര് കവിഞ്ഞിരിക്കുന്നു, അവന്റെ ധിക്കാരത്തിന്റെയും പരിധി വിട്ടിരിക്കുന്നു. ധിക്കാരവും പരിധി വിട്ടിരിക്കുന്നു. അവൻ സ്വയം ദൈവമാണെന്ന് അവകാശപ്പെടുന്നു. നിർബന്ധിച്ച് ജനങ്ങളെ താൻ ദൈവമാണെന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയുള്ള ബനൂ ഇസ്രായേൽ ആളുകളെ അടിമകളാക്കിയിട്ട് ആണ് അവൻ അവിടെ കഴിഞ്ഞുകൂടുന്നത്. ഇങ്ങനെ പല വിധത്തിലും അധർമ്മകാരിയാണവൻ. അതിര് കവിച്ചിൽ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഫറോവ. അതുകൊണ്ട് ഈ അധർമ്മത്തെ നേരിടാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും
ഫറോവയുടെ അടുക്കിലേക്ക് പോകണം. ആദ്യമായി മൂസാ നബി അലൈഹിസ്സലാമയും ഹാറൂൻ നബി അലൈഹിസ്സലാമയും അവരുടെ ദൗത്യമായി എന്താണ് അവരെ ഏൽപ്പിക്കപ്പെടുന്നത്? ഈ ധിക്കാരിയായ, ഈ അതിക്രമകാരിയായ ഫറോവയുടെ അടുക്കിലേക്ക് പോകണമെന്ന്. ഇന്ന് നമ്മൾ ഒരുപാട് ഫറോവമാരെ ലോകത്ത് കാണുന്നുണ്ട്. അവരുടെ അടുക്കിലേക്ക് പോകാൻ ഇതേപോലെയുള്ള മൂസയെ പോലെയുള്ള പ്രവാചകന്മാർ ഇനി വരാനില്ല. അവിടെ നമ്മുടെ കർത്തവ്യമായി അത്തരത്തിലുള്ള ആളുകൾക്ക് ശരിയായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത ഈ ലോകത്തിന്റെ മുമ്പിൽ, ലോക മുസ്ലിങ്ങളുടെ മുമ്പിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു ബാധ്യതയാണ് എന്ന് നമുക്കറിയാലോ. അക്കാലഘട്ടത്തെ ഏറ്റവും വലിയ ധിക്കാരിയും ഞാൻ തന്നെയാണ് ദൈവമെന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഫറോവയുടെ അടുക്കിലേക്ക് പോകാനുള്ള ചുമതലയാണ് മൂസാ നബി അലൈഹി ഇസ്ലാമക്ക് ഏൽപ്പിക്കപ്പെടുന്നത് എന്ന് അടുത്ത ആയത്തിൽ എന്താ പറയുന്നത്? 44-ാമത്തെ ആയത്തിൽ എന്താ പറയുന്നത്? അവിടെ ചെന്നിട്ട് നിങ്ങൾ എന്താണ് പറയേണ്ടത് എന്നതിന് പകരം ഇവിടെ മൂസാ നബിയെയും ഹാറൂൻ നബിയെയും കേൾപ്പിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ പറയേണ്ടത് എന്നാണ്. നിങ്ങളുടെ സംസാര ശൈലി എങ്ങനെയായിരിക്കണം? ഫറോവ ഏറ്റവും വലിയ ശത്രുവാണല്ലോ, ഏറ്റവും വലിയ കടുത്ത അവിശ്വാസിയാണ്, ഏറ്റവും മികവുറ്റ പ്രതികരണക്കാരനാണ്. അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും അള്ളാഹു ഫറോവയോട് സംസാരിക്കേണ്ട രീതി പഠിപ്പിക്കാണ്. മാന്യമായ വാക്കുകളാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്, ലയ്യനായ വാക്കാണ്, സൗമ്യമായ വാക്കാണ് നിങ്ങൾ സംസാരിക്കേണ്ടത് എന്നാണ് ഫറോവയോട് അള്ളാഹുവിന്റെ കൽപ്പന. ഫറോവയോട് സംസാരിക്കേണ്ട രൂപത്തെ സംബന്ധിച്ച് ആ പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകുന്ന നിർദ്ദേശം. കാരണം എന്താണ്? കഠിനമായി സംസാരിക്കുന്നത്, കടുത്ത ഭാഷകൾ ഉപയോഗിക്കുന്നത് അവൻ സത്യം സ്വീകരിക്കുന്നതിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട്. തെളിവ് കേൾക്കുന്നതിന് തയ്യാറാകാതെ അവൻ പ്രതികരിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ഇവിടെ തീർത്തും ചെയ്യാൻ അനുവാദമുള്ള കടുത്ത ധിക്കാരിയായ ഒരു മനുഷ്യനോട് ഒരല്പെങ്കിലൊക്കെ ആയിക്കൂടെ, കടുത്ത ഭാഷയിൽ സംസാരിച്ചൂടെ എന്ന് നമ്മൾ ചോദിക്കും. അങ്ങനെ സംശയിക്കുന്ന രൂപത്തിൽ അല്പമൊക്കെ ആകാമെന്ന് നമ്മൾ വിചാരിക്കുന്നിടത്താണ് അള്ളാഹു ചെയ്യൽ അനുവാദമുള്ള പദപ്രയോഗങ്ങൾ പോലും നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു വിലക്കുന്നത്. ഏറ്റവും വലിയ ശത്രുവിനോട് സ്നേഹപൂർണമായി സംസാരിക്കാൻ വേണ്ടി അള്ളാഹു ഇവിടെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ വാക്കുകളുടെയും നമ്മുടെ പ്രവർത്തനങ്ങളുടെയും, പ്രത്യേകിച്ച് ദഅവ അള്ളാഹുവിന്റെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നിടത്ത് ഉണ്ടാകേണ്ട ശുദ്ധിയെ എന്തുമാത്രം പരിഗണിച്ച് ഓരോ കാര്യങ്ങളും എത്രമാത്രം ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നില്ലേ? തീർച്ചയായും ഉണ്ട്. സൂറത്തുൻ നഹ്ലിലെ ഒരു ആയത്ത് പ്രസക്തമാണ്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ആയത്താണ്. സബീലി റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ വഴിയിലേക്ക് ഉദ്ഉ, നിങ്ങൾ ക്ഷണിക്കുക, ബിൽ ഹിക്മത്തി, ഹിക്മത്തോടുകൂടി, വൽ മൗഇദത്തിൽ ഹസന, നല്ല ഉപദേശം നൽകിക്കൊണ്ടും, വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിലാണ് അവരോട് നിങ്ങൾ സംവദിക്കേണ്ടത് എന്നിങ്ങനെയാണ് ഖുർആൻ നമ്മളെ അള്ളാഹുവിന്റെ കാര്യം സംസാരിക്കുമ്പോ നമ്മൾ സ്വീകരിക്കേണ്ട നയമായി, നമ്മുടെ ശൈലിയായി നമ്മളോട് സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുന്നത്. ഈ ആയത്തിൽ, നമ്മളിപ്പോ ഓതിക്കൊണ്ടിരിക്കുന്ന ഈ ആയത്തിൽ, 44-ാമത്തെ ആയത്തിൽ മറ്റ് പല കാര്യങ്ങളും നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷെ ഇതില് പ്രധാനപ്പെട്ട ഒരു ദഅവത്തിൻ്റെതായ ഒരു തത്വം ഇവിടെ അടങ്ങിയിട്ടുണ്ട്. അഥവാ കഠിനമായ സത്യത്തെ പോലും മൃദുവായി അവതരിപ്പിക്കുമ്പോ അത് സ്വീകരിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ് എന്ന ആശയമാണ് ഇവിടെ മുന്നോട്ട് വെക്കപ്പെടുന്നത്. മൃദുത്വവും വിനയവും ആദരവും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സംസാരമാണ് നടത്താൻ വേണ്ടി
അള്ളാഹുവിന്റെ കൽപ്പന ഇവിടെയുള്ളത്. മൂസാ നബിയോടും ഹാറൂൻ നബിയോടും ഫറോവയെ യാ അബത്തി, എന്റെ പിതാവേ, അല്ലെങ്കിൽ യാ അമ്മി, എന്റെ പിതൃവ്യ എന്നിങ്ങനെ വിളിക്കാൻ പറഞ്ഞതായി ചില റിപ്പോർട്ടുകളിൽ കാണപ്പെടുന്നുണ്ട്. അവർ ഉപദേശം സ്വീകരിക്കുകയോ ഭയപ്പെടുകയോ ചെയ്തേക്കാം. അതുകൊണ്ട് ഏറ്റവും മൃദുവായ സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്ന്. അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ചു നോക്കൂ, ഇത്രകാലം ഫറോവയുടെ കൊട്ടാരത്തിൽ വളർന്ന് അവിടെ ഒരു പിതാവിനെ പോലെ മാതാവിനെ പോലെ കണ്ടുപോന്നവരാണ് ഫറോവയും ഫറോവയുടെ പ്രിയതമയും. അപ്പൊ അവിടെ ഇനി മൂസാ നബി അങ്ങോട്ട് ചെല്ലുമ്പോ ഫറോവയെ ഏത് നിരക്കാണ് അഭിസംബോധന ചെയ്തിട്ടുണ്ടാവുക എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ സ്വാഭാവികമായി നമുക്ക് തന്നെ കിട്ടുന്ന ഉത്തരമാണ്. വിളിച്ചിട്ടുണ്ടാവും ഒന്നുകിൽ യാ അബത്തി എന്നോ അല്ലെങ്കിൽ യാ അമ്മി എന്നോ, ഈ രൂപത്തിലുള്ള ഒരു പ്രയോഗം തന്നെയാണ് നടത്തിയിട്ടുണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ വിശദമായ വശങ്ങളിലേക്ക് പോവുകയല്ല. സൂറത്തു ആൽ ഇമ്രാനിലെ മറ്റൊരു ആയത്ത് കൂടെ നമ്മൾ പരിശോധിക്കുക. നമ്മുടെ സംസാരവും പ്രവർത്തനങ്ങളും, പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ വഴിയിലുള്ള കാര്യങ്ങൾ, ഈ മാർഗത്തിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ആയത്ത് കൂടെ നമുക്ക് സൂറത്ത് ആൽ ഇമ്രാനിലെ 159-ാമത്തെ ആയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന ആ കാര്യവും നമുക്ക് അറിയാവുന്നതാണ്. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക മാത്രം ചെയ്യുന്നു. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, അള്ളാഹുവിന്റെ കാരുണ്യം മുഖേനയാണ്, അത് കാരണത്താലാണ് ലിൻത ലഹും, ലയ്യനൻ എന്നുള്ള വാക്കിൽ നിന്നാണ് ലിൻത ലഹും, നീ അവരോട് വളരെ മിതമായി സൗമ്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ലയ്യനായ വാക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഏത് തരത്തിലുള്ള മനുഷ്യർ നിങ്ങളുടെ അടുക്കൽ വന്നാലും, എന്തൊക്കെ തരത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാലും, ഏത് തരത്തിലുള്ള പ്രയാസങ്ങൾ നിങ്ങൾക്കെതിരുണ്ടാക്കിയാലും, നിങ്ങളുടെ വികാരത്തെ പ്രയാസപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തിയാലും ഒക്കെ അവിടങ്ങളിലൊക്കെ ലിൻതലഹും, നിങ്ങൾ ഏറ്റവും സൗമ്യമായിട്ട് സംസാരിക്കുന്നത് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് കേട്ടോ. നിങ്ങൾ കഠിന ഹൃദയനായിരുന്നുവെങ്കിൽ ആളുകളെല്ലാവരും തന്നെ നിങ്ങളുടെ ചുറ്റിൽ നിന്ന് പിരിഞ്ഞു പോകുമായിരുന്നു, ആരും അവിടെ കൂടിയിരിക്കുമായിരുന്നില്ല എന്നൊക്കെ പറയുന്ന ആയത്തിൽ അള്ളാഹു കൃത്യമായിട്ട് വളരെ വ്യക്തമായ ഈ പറഞ്ഞ ആശയം അള്ളാഹു അവിടെ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതിന്റെ ബാക്കി ഭാഗം നിങ്ങൾ വായിച്ചു നോക്കുമല്ലോ. ശരി, ഈ കാര്യം മൂസാ നബിയോടും ഹാറൂൻ നബിയോടും രണ്ടുപേരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറഞ്ഞപ്പോ സ്വാഭാവികമായ ചില സംശയങ്ങൾ അല്ലെങ്കിൽ ചില പ്രതികരണങ്ങൾ അവർ രണ്ടുപേരും നടത്തുന്നുണ്ട്. അതാണ് 45-ാമത്തെ ആയത്തിൽ നമ്മൾ കാണുന്നത്. എന്താണത്? ഖാലാ റബ്ബനാ ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈനാ ഔ അൻ യത്ഗാ. قال ربنا إننا نخاف أن يفرط علينا أو أن يطغى. അവർ രണ്ടുപേരും പറഞ്ഞു, അവർ രണ്ടുപേരും പറഞ്ഞു, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈനാ, അവൻ അഥവാ ഫറോവ ഞങ്ങളുടെ നേർക്ക് എടുത്തു ചാടുകയോ ഔ അൻ യത്ഗാ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അതിക്രമം കാണിക്കുകയോ ചെയ്യുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. ഫറോവ ഞങ്ങളുടെ നേരെ എടുത്തു ചാടുകയോ യഫ്റുത അലൈന, ഞങ്ങളെ കണ്ടുടനെ തന്നെ ഞങ്ങളുടെ നേർക്ക് എടുത്തു ചാടുകയോ അല്ലെങ്കിൽ ഞങ്ങളോട് വളരെ മോശമായ തരത്തിൽ അതിക്രമം കാണിക്കുകയോ ചെയ്യുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. ഒരു ഭയം ഇല്ലാതില്ല, ഞങ്ങൾക്ക് ഭയമുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാകാവുന്ന ഒരു ഭയത്തെ സംബന്ധിച്ചാണ് അവരിവിടെ പറയുന്നത്. വാക്കുകളുടെ അർത്ഥം നോക്കാം. അവർ രണ്ടുപേരും പറഞ്ഞു, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്ന, തീർച്ചയായും ഞങ്ങൾ, ഇന്ന തീർച്ചയായും, ഞങ്ങൾ, നഖാഫു, ഖാഫ യഖാഫു, നഖാഫു ഞങ്ങൾ ഭയപ്പെടുന്നു, ഐ യഫ്റുത്ത അവൻ അതിക്രമം കാണിക്കുന്നു, അന്യഫുറുത്ത
അവൻ അതിക്രമം കാണിക്കുമെന്ന് അലൈന ഞങ്ങളുടെ മേൽ. അങ്ങനെയാണ് അതിലുള്ള വാക്കുകളുടെ അർത്ഥം. യഫ്രുത്ത എന്നും യത്ഗ എന്നും രണ്ട് പദങ്ങളാണ് ഇവിടെ നമ്മൾ പുതുതായിട്ട് ഒരു പക്ഷേ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ വന്ന ത്വഗ എന്നുള്ളതിന്റെ മുലാരിയായ പദാണ് യത്ഗ എന്നത്. യഫ്രുത്ത എന്ന് പറഞ്ഞാല് തിടുക്കത്തോടെ ദോഷം ചെയ്യുക, എടുത്തു ചാടുക. യത്ഗ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പഠിച്ചു അതിക്രമം കാണിക്കുക എന്ന ആ രണ്ട് വാക്കുകളാണ് ഒരു പക്ഷെ നമുക്കിവിടെ കൂടുതൽ പഠിക്കാനുള്ളത്. നോക്കാം. ഫറോവ തങ്ങളോട് കോപിച്ചു പെരുമാറുമോ, അക്രമം കാണിക്കുമോ എന്ന രണ്ട് തരത്തിലുള്ള ഭയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ അവർ പങ്കുവെക്കുന്നത്. ഇവിടെ പ്രവാചകന്മാർക്ക് ഭയപ്പാടുണ്ടാകും, സ്വാഭാവികമാണ് എന്നൊരു സന്ദേശം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവർക്ക് ഭയവും ദുഃഖവും മാനുഷികമായ മറ്റു വികാരങ്ങളും ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. കാരണം ഫറോവയുടെ ക്രൂരതയും അക്രമവും അവർക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ആണെങ്കിൽ തന്നെയും അത്രയും വലിയ ധിക്കാരിയുടെ മുമ്പിലേക്ക് പോകുന്നതിന് അള്ളാഹു നൽകിയ ആ ഒരു കൽപ്പന അനുസരിക്കുന്നതിൽ നിന്ന് അവർ പുറകോട്ട് പോയില്ല. ആ കൽപ്പന അനുസരിക്കാൻ തയ്യാറാണ്, ഞങ്ങൾ പോകാൻ തയ്യാറാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള മാനുഷികമായ ചില ഭയപ്പാടുകളുണ്ട്. ആ ഭയപ്പാട് ഒന്നുകിൽ അവൻ ഞങ്ങളുടെ നേർക്ക് എടുത്തു ചാടുമോ എന്നാണ്. ഒന്നും കേൾക്കാൻ ഒരുമ്പെടാതെ ഞങ്ങളുടെ നേരെ അവൻ എടുത്തു ചാടുമോ എന്നാണ്. ഇങ്ങനെ ഒരു ഭയവും ആശങ്കയും ഉണ്ടാകുമ്പോ അവരെന്താ ചെയ്തത്? അതാണ് ഇവിടെയുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പാഠം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഭയം ഉണ്ടാകാം, ആശങ്ക ഉണ്ടാകാം, പലതരത്തിലുള്ള അങ്കലാപ്പുകളും ഉണ്ടാകാം. പക്ഷെ അവിടങ്ങളിലൊന്നും മറ്റാരെയും അല്ല അഭയം തേടേണ്ടത്. ആരെയാണ് അഭയം തേടേണ്ടത്? തങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന രക്ഷിതാവിനെയാണ്. അതാണ് അവർ ഉപയോഗിക്കുന്നത്. റബ്ബന എന്നുള്ള പദം, ഞങ്ങളുടെ രക്ഷിതാവേ എന്ന്. ഞങ്ങളെ സൃഷ്ടിക്കുകയും ഞങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന, ഞങ്ങളെ അറിയുന്ന രക്ഷിതാവേ, യാ രക്ഷിതാവേ എന്ന വിളിയിൽ തന്നെ അവരുടെ പൂർണ്ണമായ സമർപ്പണവും വിശ്വാസവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഏത് പ്രതിസന്ധിയിലും ഒരു വിശ്വാസിയുടെ ആദ്യത്തെ അഭയകേന്ദ്രം അള്ളാഹു ആയിരിക്കണം. ആ പാഠമാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. എല്ലാരോടും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം, പലതരത്തിലും പല വാതിലുകളും മുട്ടിയതിനു ശേഷം, പലരോടും സങ്കടം പറഞ്ഞതിന് ശേഷം അവസാനമായി നമ്മൾ അവലംബിക്കേണ്ട ഒരാളല്ല അള്ളാഹു എന്ന് പറയുന്നത്. നമ്മളെല്ലാരോടും പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ പ്രയാസവും സങ്കടവും ബുദ്ധിമുട്ടുകളും ഒക്കെ. പക്ഷേ പടച്ചവന്റെ മുമ്പിൽ ആ സങ്കടം പറയാൻ ഒരുപക്ഷെ ഒരുപാട് വൈകിപ്പോകുന്നു. എല്ലാ വാതിലുകളും അടയുമ്പോൾ മാത്രം, അവസാനമായി മാത്രം അള്ളാഹുവിനോട് സങ്കടം പറയുക എന്നൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. മറിച്ച് പിന്നെ എന്താ ഉണ്ടാകേണ്ടത്? ഏറ്റവും ആദ്യമായി ഒരു പ്രശ്നം വരുമ്പോ, ഒരു ആശങ്ക ഉണ്ടാകുമ്പോ, ഒരു ഭയം ഉണ്ടാകുമ്പോ, ഭാവിയെ സംബന്ധിച്ചുള്ള ചില പ്രയാസങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോ നമുക്ക് ഉടനെ ഓർമ്മ വരേണ്ടത് റബ്ബിനെയാണ്. റബ്ബനാ എന്ന് വിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ റബ്ബി എന്ന് വിളിച്ചുകൊണ്ട്, എന്റെ രക്ഷിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ആ വിളിയിൽ നമുക്ക് പൂർണ്ണമായി പടച്ചവനിൽ എല്ലാം സമർപ്പിക്കാനും അവനുള്ള വിശ്വാസം ഉറപ്പിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത്. ഇവിടെ രണ്ട് തരത്തിലുള്ള ഭയമാണ് അവർ പ്രകടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അതെന്തൊക്കെയാണ്? ഒന്ന്, ആദ്യത്തെ ഭയം അവർ പറഞ്ഞത് യഫ്രുത്ത എന്നാണ്. അതിന്റെ അർത്ഥം തിടുക്കം കാണിക്കുക, എടുത്തു ചാടുക, അതിര് വിട്ട് ശിക്ഷിക്കുക എന്നൊക്കെയാണ്. അതായത് തങ്ങൾക്ക് അള്ളാഹുവിന്റെ സന്ദേശം പൂർണ്ണമായി പറയാൻ അവസരം തരുന്നതിന്റെ മുമ്പ് തന്നെ ഫറോവ തന്റെ അഹങ്കാരം കൊണ്ട് പെട്ടെന്ന് കോപിഷ്ഠനാവുകയും തങ്ങളെ വധിക്കുകയോ കഠിനമായി ഉപദ്രവിക്കുകയോ ചെയ്യുമെന്ന് അവർ ഭയപ്പെടുന്നു. പറയുന്നത് കേൾക്കാൻ പോലും നിൽക്കാത്ത അവസ്ഥ ഉണ്ടാവില്ലോ. ചില മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത്രയും കഠിന ഹൃദയരും ക്രൂരരും ആയിട്ടുള്ള ആളുകൾ അങ്ങോട്ട് പറയുന്നത് കേൾക്കാൻ പോലും കൂട്ടാക്കൂല. അതിന്റെ മുമ്പ് തന്നെ ആളുകളെ വകവരുത്തുന്ന, കൊല്ലുന്ന, അല്ലെങ്കിൽ അവരെ ആട്ടിയിറക്കുന്ന അവസ്ഥ ഉണ്ടാകും. അത് ഒന്നാമത്തെ ഭയം അതാണ്. കേൾക്കാൻ തന്നെ അവർ കൂട്ടാക്കാതിരിക്കോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. ഇത് വെറുതെ പറയുന്നതല്ല. ഈ ഭയം പടച്ചവനെ മാറ്റിത്തരണം.
അതിന് പരിഹാരം വേണം എന്നുള്ളതൊക്കെയാണ് അവർ സമർപ്പിക്കുന്നത്. രണ്ടാമത്തെ ഭയം എന്താണ്? യത്ഗാ. അതിനർത്ഥം അവൻ ധിക്കാരം കാണിക്കുന്നു, അതിര് കവിയുന്നു എന്നൊക്കെയാണല്ലോ. ഞങ്ങളുടെ നേരെ അവൻ ധിക്കാരം കാണിച്ചേക്കാം, ഫറോവ അവരെ സംസാരിക്കാൻ അനുവദിച്ചേക്കാം. പക്ഷേ അതിനുശേഷം, ആ സംസാരം കേട്ടതിന് ശേഷം അള്ളാഹുവിനെതിരെ ധിക്കാരപരമായ വാക്കുകൾ പറഞ്ഞേക്കാം, പ്രവാചകന്മാരെ പരിഹസിച്ചേക്കാം, ദൈവിക ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതിനുള്ള കാര്യമാണ്, അങ്ങനെ സാധ്യതകളുണ്ട് എന്ന വിഷയമാണ് അവരവിടെ കേൾപ്പിക്കുന്നത്. അപ്പൊ ഒന്നുകിൽ സംസാരം കേൾക്കാതെ തന്നെ അവരെ തള്ളിപ്പറയുകയും പുറത്താക്കുകയും അവർക്ക് നേരെ കുരച്ച് കുതിച്ച് ചാടുകയും ചെയ്യാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ സംസാരം കേട്ടതിന് ശേഷം ഞങ്ങൾക്കെതിരെ ആഞ്ഞടിക്കാനുള്ള, അതെങ്ങനെ? ഒന്നുകിൽ അള്ളാഹുവിനെതിരെയുള്ള മോശമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട്, പ്രവാചകന്മാരെ പരിഹസിച്ചുകൊണ്ട്, അതുമല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ, ആയത്തുകളെ നിഷേധിക്കുകയും ചെയ്തുകൊണ്ടൊക്കെ എന്തെങ്കിലൊക്കെ പ്രതികരണങ്ങൾ അവൻ നടത്താനുള്ള സാധ്യതകളുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ കാണുന്നത് എന്ന് ആ പ്രവാചകന്മാർ അവിടെ ബോധിപ്പിക്കുകയാണ്. ഇവിടെ ഈ ചരിത്രത്തിൽ, ഈ സംസാരത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ നമുക്ക് മനസ്സിലാക്കാവുന്ന ചില മറ്റു വിഷയങ്ങൾ, പ്രവാചകന്മാർ അവരുടെ മാനുഷികമായ ബലഹീനതകൾ, പ്രയാസങ്ങൾ അവരിവിടെ ബോധ്യപ്പെടുത്തുന്നു എന്നാണ്. വിശ്വാസികൾക്ക് മാതൃകയാകേണ്ടവരാണ് പ്രവാചകന്മാർ, പക്ഷെ അവർ മനുഷ്യരായിരുന്നു. ഭയം എന്നത് ഒരു മാനുഷിക വികാരമാണ്, അത് വിശ്വാസത്തിന് എതിരല്ല. ഭയപ്പെടുക എന്നുള്ളത് അത് മനുഷ്യന്റെ ഒരു വികാരമാണ്, അത് വിശ്വാസത്തിനെതിരായിട്ടുള്ള ഒരു കാര്യമല്ല. സ്വാഭാവികമായിട്ടും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അങ്ങനെ ഭയം ഉണ്ടാകുമ്പോ നമ്മൾ അഭിമുഖീകരിക്കേണ്ട രീതി എന്താണ് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്താണ്? ഇങ്ങനെ ഭയപ്പെടുമ്പോ ഒളിച്ചോടുകയല്ല വേണ്ടത്, മറിച്ച് ആ ഭയത്തെ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ച്, പടച്ചോനെ എനിക്ക് പേടി തോന്നുന്നുണ്ട്, പക്ഷെ ആ പേടി നീ മാറ്റിത്തരണേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടുകയാണ് വേണ്ടത്. ഭയം അവരുടെ ദൗത്യത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചില്ല, മറിച്ച് അവർ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയാണ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മുടെ ഏതൊരവസ്ഥയിലും പ്രാർത്ഥനയുടെ പ്രാധാന്യം പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ. ഏത് വലിയ ദൗത്യത്തിന് മുമ്പും, അവരെ ഏൽപ്പിക്കപ്പെട്ട ഒരു ദൗത്യം, ആ ദൗത്യത്തിന് മുമ്പിൽ അവർ ആദ്യമായി അവരുടെ ഭയപ്പാടുകളും അവരുടെ ആവശ്യങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ റബ്ബന എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത് എന്നതാണ് അവരുടെ വിജയം. അവനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത്, അതാണ് വിജയത്തിന്റെ ആദ്യപടിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു സംഗതിക്ക് നമ്മൾ ഇറങ്ങുമ്പോ, ഒരു ദൗത്യവുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോ, അത് എത്ര വലുതായിക്കൊള്ളട്ടെ, പക്ഷേ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ അള്ളാഹുവിനോട് ആ ആവശ്യം നമ്മൾ പറയുമ്പോ, പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ വിജയം അവിടെ ഉറപ്പായി എന്ന് നമുക്ക് തീരുമാനിക്കാം. പടച്ചോന്റെ സഹായം ഉണ്ടാവുമല്ലോ, പിന്നെ ഞാനെന്ത് ഭയപ്പെടണം എന്ന ആ വിജയ പ്രതീക്ഷയോട് കൂടിയിട്ട് അതിന്റെ ആദ്യ പടി ചവിട്ടിക്കിടന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, ഇങ്ങനെ പ്രാർത്ഥന ഉണ്ടാകുമ്പോ. അതോടൊപ്പം തന്നെ അവരുടെ ആത്മാർത്ഥമായ സമീപനമാണ് രണ്ടുപേരും നടത്തുന്നത്. അള്ളാഹുവിനോടുള്ള ഈ ബന്ധത്തിൽ കാപട്യമോ അഭിനയമോ ഒന്നും അല്ല ഇവിടെ പ്രകടിപ്പിക്കുന്നത്. അതിന്റെ ഒരു ആവശ്യവുമില്ല. നമ്മുടെ ഉള്ളിലുള്ളത് അതേപടി തുറന്നു പറയാന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ഈമാൻ എന്ന് പറയുന്നത്. എന്തെങ്കിലും മൂടി വെക്കേണ്ടതില്ല. അതുകൊണ്ട് കുറച്ചിലൊന്നുമില്ല, എനിക്ക് പേടിയുണ്ട്, ഇങ്ങനെ ഇന്ന വിഷയങ്ങൾ ഞാൻ ഇവിടെ ഭയപ്പെടുന്നു, എനിക്ക് പേടി തോന്നുന്നു എന്ന് പറയാൻ നമ്മൾ ഒട്ടും മടിക്കേണ്ടതില്ല. പടച്ചവനോട് പറയേണ്ട കാര്യങ്ങൾ അത് എന്ത് തരത്തിലുള്ളതാണെങ്കിൽ നമ്മൾ എന്തിനു പേടിക്കണം, എന്തിന് നമ്മൾ അവിടെ ആശങ്കപ്പെട്ട് നമ്മൾ നിൽക്കണം, അതിലൊരു കുറവൊന്നും തോന്നണ്ട. ഈ ആത്മാർത്ഥമായ പ്രാർത്ഥനക്ക് അള്ളാഹു നൽകുന്ന മറുപടിയാണ് അടുത്ത വചനത്തിൽ വരുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന വളരെ സന്തോഷകരമായ ചില കാര്യങ്ങളാണ് അടുത്ത ആയത്തിൽ നമ്മൾ കാണുന്നത്. അതെന്താന്ന് ചോദിച്ചാല്, അതിൽ അള്ളാഹു പ്രത്യേകം പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട നിങ്ങൾ രണ്ടുപേരും, തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നു
എന്ന് പറയുന്ന സന്തോഷത്തിന്റെ ഒരു രൂപമാണ്, അല്ലെങ്കിൽ ഈ ഇവിടെ അള്ളാഹുവിനോട് നടത്തിയ ഈ ആത്മാർത്ഥമായ പ്രാർത്ഥനക്ക് അള്ളാഹു നൽകിയ ഉത്തരം നമ്മൾ അവിടെ കാണുകയാണ്. നമുക്ക് ചിന്തിക്കാനുള്ളത്, ഇങ്ങനെ ആത്മാർത്ഥമായി നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ അള്ളാഹുവിൽ നിന്ന് എപ്പോഴും നമുക്ക് ആശ്വാസവും സഹായവും ലഭിക്കുമെന്ന ആ പ്രതീക്ഷയാണ് നമുക്ക് നൽകുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്ത് തീരുമെന്ന് തോന്നുന്നില്ല. നോക്കാം, ഒരു 5 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റും തോന്നുന്നു. നിങ്ങളൊന്ന് ഇരിക്കുകയാണെങ്കിൽ നോക്കാം. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. ലാ തഖാഫ, നിങ്ങൾ ഇരുവരും ഭയപ്പെടേണ്ട. ഇന്നനീ, തീർച്ചയായും ഞാൻ, ഇന്ന നീ, മഅകുമാ, നിങ്ങൾ ഇരുവരുടെയും കൂടെ, മഅകുമാ, അസ്മഉ, ഞാൻ കേൾക്കുന്നു, വ അറാ, അറാ, ഞാൻ കാണുകയും ചെയ്യുന്നു, അസ്മഉ, ഞാൻ കേൾക്കുന്നു, വ അറാ, ഞാൻ കാണുകയും ചെയ്യുന്നു. ഫറോവയെ പറ്റി ഏറെക്കുറെ പരിചയമുള്ള ആ പ്രവാചകന്മാർ അവൻ അവിവേകമോ അതിക്രമോ നടത്തിയേക്കുമെന്ന ഭയം പ്രകടിപ്പിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. അതിന് മറുപടിയായി അള്ളാഹു നൽകുന്ന കാര്യമാണ്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നു എന്ന്. ഇതിൽ പരം ആശ്വാസപ്രദമായി മറ്റെന്താണ് അവർക്ക് അവരുടെ ദൗത്യത്തിന്റെ മുന്നോടിയായി ലഭിക്കാനുള്ളത്? അസ്മഉ വഅറ, ഞാൻ കാണുകയും ചെയ്യുന്നുണ്ട്, ഞാൻ കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണല്ലോ. ഫറോവ നിങ്ങളോട് പറയുന്ന ധിക്കാരമായ വാക്കുകൾ എനിക്ക് കേൾക്കാൻ കഴിയൂട്ടോ. നിങ്ങൾ അവനോട് പറയുന്ന സത്യവചനങ്ങളും ഞാൻ കേൾക്കുന്നുണ്ട്, എനിക്ക് കേൾക്കാൻ കഴിയും. നിങ്ങളുടെ ഹൃദയത്തിലെ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭയപ്പാടിൻ്റെതായ ആ സംഗതികളും ഒക്കെ എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഒന്നും എന്റെ കേൾവിക്ക് അതീതമല്ല. അസ്മഉ, ഞാൻ കേൾക്കുന്നുണ്ട്. ഫറോവ എന്തൊക്കെ നിങ്ങളോട് പറയുന്നുവോ അതൊക്കെ ഞാൻ കേൾക്കും. നിങ്ങൾ അവനോട് പറയുന്ന കാര്യങ്ങളും ഞാൻ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള പ്രാർത്ഥനകളും നിങ്ങളുടെ ഭയപ്പാടുകളും അതും ഞാൻ കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. ഫറോവയുടെ ക്രൂരതയും അവന്റെ സൈന്യത്തിന്റെ ശക്തിയും എനിക്കറിയാം, ഞാൻ കാണുന്നുണ്ട്. ഫറോവ വളരെ ക്രൂരനാണെന്നും അവന്റെ സൈന്യം ശക്തമത്താണെന്നും വളരെ ശക്തിയുള്ളതാണെന്നും എനിക്കറിയാം, ഞാൻ കാണുന്ന സംഗതിയാണ്. എന്നാൽ നിങ്ങളുടെ ധൈര്യവും നിങ്ങളുടെ ആശങ്കയും അതും എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ധൈര്യശാലികളാണ്, അതോടൊപ്പം നിങ്ങൾക്ക് ആശങ്കകളുണ്ട്, അതും എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോ അവിടങ്ങളിൽ നടക്കുന്ന ഓരോ ചലനവും അള്ളാഹുവിന്റെ കാഴ്ചയിലുണ്ട്, അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ 2 വാക്കുകൾ അസ്മഉ വ അറാ, ഏത് വിഷയത്തിലും അള്ളാഹു കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്, അള്ളാഹു നമ്മളെ കൂടെയുണ്ട് എന്ന ആ ഒരു ചിന്തയാണ് മനുഷ്യനെ നയിക്കേണ്ടത് എന്നാണ്. അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് പറയുന്ന ആ സംഗതി 2 രൂപത്തിലാണ് ഖുർആനിൽ വന്നിട്ടുള്ളത്. നമ്മൾ പ്രത്യേകം മനസ്സിരുത്തുക. ഒന്ന്, അള്ളാഹു കൂടെ ഉണ്ട് എന്ന് പറയുമ്പോ അള്ളാഹു എല്ലായിടത്തും, അള്ളാഹുവിന്റെ ഇൽമ്, അവന്റെ അറിവ്, അവന്റെ ജ്ഞാനത്താൽ അള്ളാഹു നമ്മുടെ കൂടെ എല്ലാ സമയത്തും ഉണ്ടാകും. പടച്ചവന്റെ അറിവിൽ പെടാതെ, അവന്റെ ജ്ഞാനത്തിൽ പെടാതെ ഒന്നും തന്നെയില്ല. രണ്ടാമത്തെ ഒരാശയം, അള്ളാഹു വിശ്വാസികളോടൊപ്പം അവർക്ക് താങ്ങായി, മഅയ്യത്തുല്ലാഹി അൽ ഖാസ്സ ബിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് അവരുടെ കൂടെ അവർക്ക് താങ്ങായി അള്ളാഹു എപ്പോഴും ഉണ്ടാകും. എവിടെ? 1-2 ഉദാഹരണങ്ങൾ നോക്കുക. ഹിറാ ഗുഹയിൽ വെച്ച്, സൗർ ഗുഹയിൽ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നില്ലേ, ഇത് യഖൂലു ലി സ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ദുഃഖിക്കരുത്, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞു. വഹുവ മഅക്കും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹു നിങ്ങളുടെ കൂടെ ഉണ്ടാകുട്ടോ. ഫൈലം തകുൻ തറാഹു ഫഇന്നഹു യറാക, പറഞ്ഞില്ലേ, നിങ്ങൾ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിങ്ങളെ കാണുന്നുണ്ട് എന്നതുപോലെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത്, ആരാധനകൾ ചെയ്യേണ്ടത്, നന്മകൾ ചെയ്യേണ്ടത് പറഞ്ഞില്ലേ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ ഖാല അന ഇൻദ ലന്നി അബ്ദി ബി വഅന മഅഹു ഇദാ ദക്കറനി, ഞാൻ എന്റെ അടിമ എന്നെ സംബന്ധിച്ച് വിചാരിക്കുന്നുവോ അതോടൊപ്പം അതിന്റെ കൂടെ, അവരുടെ കൂടെ ഞാനുണ്ട്, അവൻ എന്നെ ഓർത്താൽ ഞാനും അവരെ ഓർക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു വിശ്വാസികളുടെ കൂടെയുണ്ട് എന്ന് പറയുന്നില്ലേ.
وإذا سألك عبادي أني فإني قريب أجيب دعوة الداعي إذا دعاني. എന്നെ പറ്റി എന്റെ അടിമകൾ ചോദിച്ചാൽ പറയുക, ഞാൻ അവരോട് അടുത്ത് തന്നെയുണ്ട്. അവരെന്നോട് പ്രാർത്ഥിക്കട്ടെ, അവരെന്നോട് ഉത്തരത്തിന് ചോദിക്കട്ടെ, ഞാൻ അവരുടെ കൂടെ തന്നെ ഉണ്ട്, അവർക്ക് ഉത്തരം ചെയ്യാൻ ഞാൻ റെഡിയാണ് എന്ന കാര്യം അവരറിയിക്കുക. അപ്പൊ ആ നിനക്ക് അള്ളാഹു കൂടെയുണ്ട് എന്നുള്ള വിശ്വാസമാണ് ഇവിടെ നയിക്കേണ്ടത്. ആ നിലക്കുള്ള ഒരു സന്തോഷകരമായ അനുഭവമാണ് മൂസാ നബിക്കും ഹാറൂൻ നബിക്കും ഇവിടെ അള്ളാഹു നൽകുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.